രാജീവ് ചന്ദ്രശേഖരന്റെ അണ്ടാവിൽ നിന്നും 12 കോടി മോഷണം. സംസ്ഥാന BJP-യിൽ വലിയൊരു ഞെട്ടൽ ശേഷിക്കുകയാണ്. കാരണം സാധാരണ പ്രവർത്തകരാണ് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും വന്ന 12 കോടിയുടെ ഫണ്ട് നേതാക്കൾ തട്ടിയെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ മൂക്കിന് കീഴെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. രാജീവ് ചന്ദ്രശേഖരൻ ഭയങ്കര പ്രൊഫഷണലാണ്. അദ്ദേഹം വലിയ വലിയ ചുമതലകൾ വഹിച്ച ടെക്നോക്രാറ്റാണ്. BPL-ന്റെ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ഈ പറയുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ പോലും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. തൻ്റെ മുന്നിൽ നിന്നാണല്ലോ ഈ 12 കോടി രൂപ അടിച്ചു മാറ്റിയത് എന്നുള്ള ഞെട്ടലിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP അഞ്ജന രഞ്ജിത്ത്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവർ കോടികൾ വെട്ടിച്ചുവെന്നാണ് BJP നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ കണ്ടെത്തിയിരിക്കുന്നത് 12 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവർ അടിച്ചു മാറ്റിയെന്നാണ്. ഇതിലെ ആദ്യത്തെ 3 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ ഫണ്ട് തട്ടിപ്പ് ഇനി മുതിർന്ന നേതാക്കളിലേക്ക് നീളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. അഞ്ജന രഞ്ജിത്ത് എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. 16 മാസം മുൻപാണ് അഞ്ജന ചുമതലയേൽക്കുന്നത്. BJP-യുടെ ഓഫീസ്, പാർട്ടി ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളെന്ന കീ പൊസിഷനിലേക്കാണ് അഞ്ജന രഞ്ജിത്ത് വരുന്നത്. അഞ്ജന രഞ്ജിത്ത് BJP-യിലേക്ക് വരുന്നതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് BJP ജനറൽ സെക്രട്ടറി സുരേഷ് ഉണ്ടല്ലോ, സുരേഷിൻ്റെ ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിലാണ് ഇവർ പാർട്ടിയിലേക്ക് വരുന്നത് എന്നാണ് BJP പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അങ്ങനെ അഞ്ജന കുറുക്കുവഴിയിൽ കൂടിയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വരുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വിശ്വസ്തനാണ് സുരേഷിന്റെ ഒരു കുടുംബ ബന്ധുവാണ് ഈ പറയുന്ന അഞ്ജന എന്നാണ് സാധാരണപ്പെട്ട BJP പ്രവർത്തകർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ പെട്ടെന്നുള്ള വളർച്ച സാധാരണ BJP പ്രവർത്തകർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഞ്ജന വെട്ടിച്ചത് 1,50,00,000 രൂപയാണ്. അതായത് BJP-യുടെ കേന്ദ്ര നേതൃത്വം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടുന്ന ഒരു വലിയൊരു എമൗണ്ട് BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകാറുണ്ട്. എല്ലാ വർഷവും അത്തരത്തിൽ നൽകാറുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഫണ്ട് വെട്ടിപ്പിൻ്റെതായിട്ടുള്ള പല കഥകളും കേൾക്കാറുണ്ട്. മഞ്ഞൾ വിറ്റാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ഫണ്ട് വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. BJP-യെ സംബന്ധിച്ച് ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്നൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഫണ്ട് പരിശോധിക്കുമ്പോൾ ആണ് ഈ പറയുന്ന വിധത്തിൽ, വേണ്ട വിധത്തിലല്ല ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും പല ഘട്ടങ്ങളിലായും വെളിവായതാണ്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫണ്ട് വെട്ടിപ്പ്. അഞ്ജന മാത്രം 1,50,00,000 രൂപ വെട്ടിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാറും സംസ്ഥാന സമിതി അംഗം പാങ്ങപ്പാറ രാജീവും ഇവരും പണം വെട്ടിച്ചിട്ടുണ്ട്. ഇവരെ 3 പേരെയും തെളിവുകൾ സഹിതം BJP കേന്ദ്ര നേതൃത്വം പൊക്കിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന ട്രഷറർ PK കൃഷ്ണദാസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ഇവർ ഫണ്ട് തട്ടിച്ചതായി വെളിവായിട്ടുണ്ട്. ബാക്കി വരുന്ന പണം എവിടെ പോയി എന്നുള്ളതാണ്. ഈ ഫണ്ട് വെട്ടിപ്പ് മുതിർന്ന നേതാക്കൾക്കെതിരെയും തിരിയുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ പല നേതാക്കളും. എന്താണ് ഈ ഫണ്ട് വെട്ടിപ്പിന്റെ ഒരു അടിസ്ഥാനം? ഈ പറയുന്നത് പോലെ ഒരു നിശ്ചിത എമൗണ്ട് ഈ ഒരു സംസ്ഥാനങ്ങൾക്കായി BJP കേന്ദ്ര നേതൃത്വം നൽകാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകാറുണ്ട്. പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നൽകാറുണ്ട്. അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകാറുണ്ട്. അങ്ങനെ ഇത്തവണ നൽകിയ വലിയ ഭീമമായ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. ആ എമൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഫണ്ട് തട്ടിച്ചിരിക്കുന്നത്. അഞ്ജനയും ഈ പറയുന്ന ബാക്കി 2 പേരും കൊടുത്തിരിക്കുന്ന കണക്ക് കള്ളക്കണക്കാണെന്ന് BJP-യുടെ കേന്ദ്ര ഓഡിറ്റിംഗിൽ മനസ്സിലായി. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ PK കൃഷ്ണദാസിന്റെ പ്രാഥമിക പരിശോധനയിലും വലിയ തോതിലെ എമൗണ്ട് കാണാതായതായി കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ
അന്വേഷണം നീണ്ടതും പ്രാദേശിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ ഫണ്ട് വെട്ടിച്ചു എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നതും RSS ആണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇവരെ പുറത്താക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 പേരെയും പുറത്തു നിർത്തിയിരിക്കുകയാണ്. വെട്ടിച്ച ഫണ്ട് തിരിച്ചു കൊടുക്കാതെ ഇവരെ പാർട്ടിയിൽ ഇനിയും പുനഃപ്രവേശിക്കില്ല. ഇനിയും അഥവാ നൽകിയില്ല എങ്കിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താകും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഇവർക്ക് ലാഭമാണ്, കാരണം ഇത്രയും ഫണ്ട് കിട്ടി. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഫണ്ട് വെട്ടിച്ചിരിക്കുന്ന രീതി കൊടി വാങ്ങി എന്നുള്ള കള്ളക്കണക്കാണ് എഴുതിയിരിക്കുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് കൊടി വരുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ്. കേന്ദ്ര നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വത്തിന് കൊടികൾ നൽകുന്നത്. അതുകൊണ്ട് കൊടികൾ വാങ്ങി എന്നുള്ള ആ ഒരു കള്ളക്കണക്ക് നൽകിയിട്ടാണ് ഈ ഫണ്ട് ഇത്രമാത്രം വെട്ടിച്ചെടുത്തത്. അഞ്ജന നൽകിയിട്ടുള്ള കണക്കിൽ ഈ കൊടി വാങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ബില്ലായി കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പല ഏജൻസികൾക്ക് ഇപ്പോൾ മൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് വെക്കുന്നതിനുള്ള ചിലവ് ഇങ്ങനെയൊക്കെയുള്ള കള്ളക്കണക്ക് കാണിച്ച് കൊടിയും അതുപോലെ തന്നെ ഈ ഏജൻസികൾക്കും കൊടുത്തിട്ടുള്ള പണം എന്ന നിലയിലാണ് കള്ളക്കണക്ക് എഴുതി 1,50,00,000 കണക്ക് എഴുതി ഉണ്ടാക്കിയത്. ഇത് കേന്ദ്ര നേതൃത്വത്തിന് വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റി. കാരണം അവർ കൊടുക്കുന്ന കൊടികളാണ്. പക്ഷേ ഇവിടെ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ബില്ല് എന്ന് പറയുന്നത് കൊടി വാങ്ങി എന്ന് പറയുന്ന ബില്ലാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടതും RSSന്റെ ഇടപെടലുണ്ടായത്. അങ്ങനെ ഈ 3 പേര് ഇപ്പോൾ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒന്നോർക്കുക, രാജീവ് ചന്ദ്രശേഖരന്റെ മൂക്കിന് കീഴെയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഈ വെട്ടിപ്പ് നടന്നിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഇത്രയും കഴിവുകെട്ട ആളായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്നാണ് സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത്. കാരണം 12 കോടി രൂപയുടെ അഴിമതി സ്വന്തം ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി ഉയർന്ന ചോദ്യം. ഇനി ഇതിനെ ശരിവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന V ശിവൻകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു വോട്ടിന് BJP 15,000 രൂപ വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതായത് ഒരു വോട്ട് നൽകിയാൽ അയാൾക്ക് BJP 15,000 രൂപയാണ് കൊടുക്കുന്നത് എന്നാണ് V ശിവൻകുട്ടി ആരോപിച്ചത്. അപ്പോൾ എത്രമാത്രം ഫണ്ടായിരിക്കും കേന്ദ്രത്തിൽ നിന്ന് വന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേന്ദ്രത്തിന് അറിയാം എത്ര ഫണ്ട് ഇവിടെ കൊടുത്തു, എത്രയാണ് തിരികെ വരവ് വെച്ചിട്ടുള്ളത്, ആരൊക്കെ എന്തെല്ലാം തരത്തിൽ വിനിയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചാണോ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അഴിമതി. അതവരെ പരിശോധിച്ചു, എങ്ങനെയൊക്കെയാണ് ഇത് വിനിയോഗിച്ചത്, ഫണ്ടിന്റെ വിനിയോഗം എങ്ങനെയാണ് എന്നവർ പരിശോധിച്ചപ്പോഴാണ് ഈ കൊടിയുടെ കണക്കൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വം ഓൾറെഡി കൊടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടി വാങ്ങിയതായി കള്ളക്കണക്ക് എഴുതി ആണ് ഇത്തരത്തിൽ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഏതായാലും BJP നേതൃത്വത്തെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ നാണക്കേടാണ് ഇത്തരം ഒരു 12 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ബാക്കി ആരൊക്കെയാണ് ഈ ഫണ്ട് തട്ടിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കുകൾ പുറത്തു വരും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഈ 3 പേര് കൂടി തട്ടിച്ചത് ഭീമമായ ഒരു എമൗണ്ട് ആണ്. അതിലെ അഞ്ജന മാത്രം തട്ടിച്ചതാണ് 1,50,00,000 രൂപ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.